അപ്പോൾ ഗൈസ് നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. അപ്പം ഇപ്പോഴേ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം അറിയാമല്ലോ അവിടുത്തെ ചൂട്. ഇപ്പം പിന്നെ നല്ല തണുത്തൊരു ക്ലൈമറ്റ് എവിടെ ഉള്ളത്. ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. നമ്മൾ ബീച്ചിലേക്ക് പോവാണേ. ബീച്ചിലേക്ക് പോകുന്ന വഴിയാണത്. ആടുകളൊക്കെ കണ്ട. ഇവിടുത്തെ ആടുകളൊക്കെ ഭയങ്കര മുറ്റം. ഒരു മരത്തിൽ കയറി പറ്റുമ്പോൾ കൊടുക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ ഇവിടുത്തെ ആടുകളാ. നമ്മൾ ബീച്ചിലേക്ക് പോവപ്പോൾ ചെമ്പ ഞാൻ ചെയ്യാം. ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റില്ലേ? സൂം ചെയ്യും. ഇങ്ങനെ കടൽ കയറി കിടക്കുന്നു കേട്ടോ. സൂം ചെയ്ത് പൈരുള്ളത് വെളുത്തിങ്ങ മാത്രമേ കാണാം. ഇങ്ങനെ കുറേ ആകുന്നുണ്ട്. അതിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, അതിനകത്ത് ഞാൻ കൊന്നില്ല. കിട്ടിയാൻ മതി. വാ, ഒരു നല്ല തിരേണ്ടി കടല് സൈഡിൽ കാണിച്ചു. കടല് കടൽ ഇവിടെ ഇങ്ങനെ ചെറിയ ഈ ഒട്ടകത്തിനൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറ്റിക്കൊണ്ടുപോയിട്ട് അതിനെ നടുവരിച്ച് കടലിന് പൊക്കും വെച്ച പോലെ. ഗൈസ്, നമുക്കിപ്പം ചാർജ് ഫോണിൽ ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ നടക്കൂല. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതാ ബീച്ച് കാണിച്ചു തരാം. ഇവിടെ പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ഒന്നുമല്ല, അധികം തിര ഉണ്ടാവില്ല. പക്ഷെങ്കിൽ ഇന്നാണെങ്കിൽ നല്ല കാറ്റുണ്ട്. ആ കാറ്റായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരയുണ്ട്. ആകാശം നല്ലോണം രണ്ടും കൂടി കിടക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താണ് മഴ ഉണ്ടാവും, എല്ലാവരും ജാഗരൂപരാകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജാഗരൂപരം കൊണ്ട് ബീച്ചിലേക്ക് വന്നാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ എവിടെ വെച്ച് നിർത്തും. കാരണം ചാർജ് തീരെയില്ല. ചാർജ് ഇപ്പോൾ തീരും. നമ്മളൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഒതിയാഴ്ച എടുത്തല്ല, ഇറങ്ങിയതല്ല. ജസ്റ്റ് വന്നതുകൊണ്ട് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ബീച്ചാണ്.